ബിഗ് ബോസ് മലയാളം സീസൺ 7 ഞാനിങ്ങനെ വിചാരിച്ചിരിക്കുമായിരുന്നു. ഈ വീക്കെൻഡ് എപ്പിസോഡിൽ പ്രൊമോ ലാലാട്ടൻ്റെ പ്രൊമോ എല്ലാം വന്നു. അപ്പം ഈ വട്ടം ഞാൻ അനുവിന് ഫ്രൈ ഒന്നും കൊടുക്കുന്നില്ലേ? സാധാരണ എല്ലാ വീക്കെൻഡിലും പ്രൊമോ വരുമ്പോഴത്തേക്കൊക്കെ അതിനകത്ത് ഒരു പ്രൊമോ അനുവിന് മാത്രമുള്ളൊരു പ്രൊമോ ആയിരിക്കും, അനുവിനെ ഫ്രൈ ചെയ്യുന്നൊരു പ്രൊമോ ആയിരിക്കും. ഈ ആഴ്ച അനുവിനൊന്നും കൊടുക്കുന്നില്ലേ? ചിലപ്പോൾ ഇല്ലായിരിക്കും, ചിലപ്പം ടാസ്ക് ഒക്കെ നല്ലോണം ചെയ്തുകൊണ്ട് പുള്ളിക്കാരിക്ക് ഈ വട്ടം ഫ്രൈ ഒന്നും ഇല്ലായിരിക്കും എന്ന് വിചാരിച്ചാണ്. അപ്പോൾ ദാ കിടക്കുന്നു അടുത്ത പ്രൊമോ ദാ കിടക്കുന്നു. കാരണം ഇന്നലത്തെ എപ്പിസോഡ് മൊത്തം ഷാനവാസ് റോസ്റ്റ് ആയിരുന്നു. ഇന്ന് രണ്ട് പ്രൊമോ വന്നത്, ആദ്യത്തെ രണ്ട് പ്രൊമോയ്ക്കകത്തും ആദിലെ റോസ്റ്റ് ചെയ്യുന്നതാണ്. ആദിലയുടെ ക്യാപ്റ്റൻസിയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ആദിലെ ആയിരിക്കും റോസ്റ്റ് ചെയ്യുന്നതെന്ന്, ഫ്രൈ ചെയ്തെടുത്ത് വെക്കുന്നതെന്ന് വിചാരിച്ച്. അപ്പോൾ ദാ കിടക്കുന്നു അടുത്തൊരു പ്രൊമോ. അത് ഈ മൂന്നെണ്ണത്തിന് എണ്ണീപ്പിച്ച് ചേർത്തിട്ട് മൂന്നെണ്ണത്തിന് റോസ്റ്റ് ചെയ്യുന്നു. അതിൽ അനുവുണ്ട്. അനുവിനാന്ന് ഇച്ചിരി കൂടുതൽ കൊടുക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഡ്രസ്സിങ് റൂമിൽ കയറിയിട്ട് ഇവർ മൈക്ക് ഊരിയിട്ട് സംസാരിക്കുകയോ, ഞാൻ ലൈവിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു, ഈ അനുവും അതുപോലെ നൂറയും കൂടെ തലയണ എടുത്തുകൊണ്ട് പോകുകയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇനി ഇവർ ചോറൊക്കെ കഴിച്ചിട്ട് വിശാലമായിട്ട് പോയി കിടന്ന് ഉറങ്ങുകയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ആ ഡ്രസ്സിങ് റൂമിൽ കയറിയിട്ട് ഉറങ്ങുകയും അതുപോലെ സംസാരിക്കുകയും മൈക്ക് മാറ്റി, അവിടെ ക്യാമറ ഇല്ലല്ലോ, അപ്പോൾ മൈക്ക് മാറ്റി വെച്ചിട്ട് സംസാരിച്ച് കഴിഞ്ഞാലും മൈക്ക് ഇപ്പോൾ അങ്ങോട്ടെടുത്ത് ദൂരോട്ടെടുത്ത് മാറ്റി വെച്ചിട്ട് ഈ തലങ്ങനെ എടുത്ത് അതിൻ്റെ മണ്ടയിലോട്ട് വെച്ചിട്ട് സംസാരിച്ചാലും കേൾക്കത്തില്ലല്ലോ, പതിയെ സംസാരിച്ചാൽ മതിയല്ലോ. അപ്പം ചിലപ്പം നോമിനേഷൻ ഡിസ്കസും, ആരെ ജയിലിൽ വിടണം, ആരെ ക്യാപ്റ്റൻ ആക്കണം എന്നൊക്കെ സംസാരിച്ചാലും ആരും കേൾക്കത്തില്ല. പക്ഷേ അത് ബിഗ് ബോസിൻ്റെ റൂൾസിൻ്റെ അഗൻസ്റ്റ് ആണ്. കാരണം ആ ഡ്രസ്സിങ് റൂമിൽ എന്തിനാണ് ഡ്രസ് ചേഞ്ച് ചെയ്യാനാണ് കയറുന്നത്? അവിടെ ക്യാമറ ഇല്ലെന്ന് അറിഞ്ഞിട്ട് തന്നെ അവിടോട്ട് കയറി ചെന്നിട്ട് മൈക്കൊക്കെ ഉരി വെച്ചിട്ട് അത് മോശമാണ്, അത് ചെയ്യല്ലേ. കാരണം അങ്ങനെ ആണെങ്കിൽ ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിനും അങ്ങനെ ചെയ്യാമല്ലോ. അവർക്ക് പറയേണ്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്ത് കയറിയിട്ട് സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്യാൻ. പക്ഷേ ഈ ഒരു വാണിങ് കൊടുക്കണമായിരുന്നു. അത് ലാലേട്ടൻ കൊടുത്തേ പറ്റൂ. പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട്, ഇതിനു മുമ്പും ഇങ്ങനെ പല ആൾക്കാരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്പോഴൊന്നും വാണിംഗ് ഒന്നും കൊടുത്തില്ല. പക്ഷെ ഇവരെ ഒരു കേസിൽ വന്നപ്പോഴാണ് വാണിംഗ് കൊടുത്തത്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു പോയിന്റ്, അതൊരു പോയിന്റ് ആണ്. ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് ഞാൻ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, പല ആൾക്കാരും മൈക്ക് മാറ്റിയൊക്കെ സംസാരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അവിടെയൊന്നും ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇത് ഒരു ആവശ്യമായിരുന്നു കേട്ടോ, ഇവർ ഈ മൂന്നെണ്ണത്തിൻ്റെയും. കാരണം ഇവിടെ കൂടുതലും അനുവും അതുപോലെ നൂറയും കൂടെയാണ് പോകുന്നത്. ആദില ഈ വട്ടം ക്യാപ്റ്റനായി നിന്നപ്പോഴത്തേക്ക് പോയി വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കണ്ടു കേട്ടോ ലൈവിനകത്ത്. ഇവർ കയറി പോയിട്ട് ഉറങ്ങാനോ സംസാരിക്കാനോ കയറി പോകുന്ന സമയത്ത് ആദില പോയിട്ട് വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അനുവിനെയും അതുപോലെ നൂറയാണ് പൊക്കുന്നത്, ഡോസ് നല്ലോണം കൊടുക്കുന്നത്. പിന്നെ ആദിലയും പൊക്കിയിട്ടുണ്ട്. അപ്പം ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഗ്രൂപ്പ് കളിച്ച് ഓരോരുത്തരുടെ ഗെയിമും സത്യം പറഞ്ഞാൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാൽ പോരേടേ, ഇവരെന്തിനാണ് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് നിന്ന് കളിക്കുന്നത്? ഈ ഗ്രൂപ്പായിട്ട് നിന്ന് കളിക്കുമ്പോഴാണ് ഇവരെ ഗെയിമിങ്ങും പ്ലാനിങ് എല്ലാം തകർന്നു പോണത്. അപ്പം ഇവർ സത്യം പറഞ്ഞാൽ ഈ ആദിലയുടെയും നൂറയുടെയും ഒരു ഗ്രൂപ്പിലേക്ക് വീണിട്ട് അനുവും സത്യം പറഞ്ഞാൽ പുള്ളിക്കാരിയുടെ ഗെയിമും കുറേയൊക്കെ എവിടെയൊക്കെയാണ് പുള്ളിക്കാരി മറന്നു പോയിട്ടുണ്ട്. പുള്ളിക്കാരിയുടെ ഗെയിമും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി മറന്നുപോയി ഇവരൊരു ഗ്രൂപ്പിലോട്ട് വീണിട്ട്. ആ ഒരു ഗ്രൂപ്പും പിടിച്ചുകൊണ്ടാണ് ഇപ്പം നടക്കുന്നത്. അതിൽ നിന്ന് മാറിയാൽ പുള്ളിക്കാരിക്ക് കൊള്ളാം, അനുവിന് കൊള്ളാം. അപ്പം ഇത് ലാലേട്ടൻ വാണിംഗ് ചോദിക്കണമായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഇവരെ മൂന്നിൻ്റെയും ഒരു ഗെയിം എങ്ങോട്ടെങ്കിലൊക്കെ കയറിപ്പോയേനെ. പക്ഷെ ഇപ്പോഴേ അത് ചോദിച്ചത് കാര്യമായി. പിന്നെ മൈക്ക് മാറ്റി വയ്ക്കുക സംസാരിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. എനിക്കതല്ല കോമഡി ആയിട്ട് തോന്നിയത്. ലാലേട്ടൻ അനുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ ആഴ്ച നിങ്ങൾ ഡ്രസ്സിംഗ് റൂമിൽ കയറിയില്ലേ, ബിഗ് ബോസ് വാണിംഗ് തന്നില്ലേ, ഒരു 2 ദിവസം മുമ്പ് ഞാൻ നിങ്ങൾ കയറിയില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അനു ചോദിക്കുന്നുണ്ട്, ഈ ആഴ്ച കയറിയില്ല ലാലേട്ടൻ, അതെപ്പോഴെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും, ഞാനത് എഴുതി കുറിപ്പ് എഴുതി അത് സമയവും വിവരവും എല്ലാം പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് അയക്കാം. എന്തായാലും ഇന്ന് 3 എണ്ണത്തിനും കിട്ടുന്നുണ്ട്. അതിലേക്ക് എനിക്ക് തോന്നുന്നു ക്യാപ്റ്റൻസിയുടെ ഒക്കെ കാര്യം പറഞ്ഞിട്ടൊക്കെ ഒരുപാട് ഫ്രൈ ഒക്കെ അടിച്ചു കൊടുക്കുന്ന കണ്ടായിരുന്നു. മിക്കവാറും അതിലേക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ ക്യാപ്റ്റൻസിയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് ഇവിടെ ആദിലയുടെ ക്യാപ്റ്റൻസിയെ പറ്റിയിട്ട് ബിന്നി അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇതിനെ പറ്റിയിട്ട് അഭിപ്രായം എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പം ബിന്നി പറയുന്നുണ്ട്, ലക്ഷ്മിക്ക് പണി കൊടുക്കാനാന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം പണി കൊടുക്കാനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലാലേട്ടൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുക്കിംഗ് അറിയാത്ത ഒരാളെ എന്തിന് അവിടെ ക്യാപ്റ്റനാക്കി, കുക്കിംഗ് അറിയാവുന്ന ബിന്നി നിൽക്കുമ്പോഴത്തേക്ക് കുക്കിംഗ് അറിയാത്ത ഈ പറഞ്ഞിട്ടുള്ള ലക്ഷ്മി എന്തിനാ ക്യാപ്റ്റനാക്കിയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീക്കിൽ കുക്കിംഗ് അറിയത്തില്ലെന്ന് പറഞ്ഞ ഒന്നും അറിയാത്ത അനീഷിനെ ക്യാപ്റ്റനാക്കിയല്ലോ, കിച്ചൺ ക്യാപ്റ്റനാക്കിയല്ലോ. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. കാരണം അവിടെ ഇപ്പം
ഒരു ബിഗ് ബോസ് വീടെന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ കുക്കിംഗ് അറിയണോ അല്ലെങ്കിൽ കുക്കിംഗ് അറിയാത്തവർ അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു വേർതിരിവൊന്നുമില്ല. അവിടെ ഇടുന്ന ആൾക്കാർ ചെയ്യുക, അങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്. അപ്പം അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ കിച്ചൺ ക്യാപ്റ്റൻ അനീഷായിരുന്നു. അപ്പോൾ അനീഷ് പുള്ളിക്കാരൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്കറിയത്തില്ല, എനിക്ക് കുക്ക് ചെയ്യാനൊന്നും എനിക്കറിയത്തില്ല. എന്നിട്ടും പുള്ളിക്കാരൻ അത് ചെയ്തു. അതുമാത്രമല്ല, ഒന്ന് രണ്ട് വട്ടം കണ്ട അരിയിട്ട സമയത്ത് അടിക്ക് പിടിക്കുകയും ചെയ്തു. പക്ഷെ ഇവിടെ ലക്ഷ്മിക്ക് ഇത് കുക്കിംഗ് അറിയത്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കാരണം പുള്ളിക്കാരി ഒരു വീട്ടമ്മയാണ്, ഒരു മകനുണ്ട്. അപ്പം ഒരു അമ്മയ്ക്ക് കുക്കിംഗ് അറിയത്തില്ലെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ഇത്രയും വയസ്സായ ഒരാൾക്ക് കുക്കിംഗ് അറിയത്തില്ല, 10-30 വയസ്സൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അറിയത്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു പബ്ലിക് ഷോയിൽ വന്നിട്ട് പറയുമ്പോഴത്തേക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അത് മോശമാണ്. കാരണം ഇതേ കേസ് കേട്ട് നമ്മൾ രേണുവിൻ്റെ കാര്യത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. രേണു ബിഗ് ബോസ് നിൽക്കുന്ന സമയത്ത് രേണു സുധിയുടെ കാര്യത്തിലും ഞാനും പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഇത്രയും പ്രായമായിട്ട് അവർക്ക് കുക്കിംഗ് അറിയത്തില്ല എന്നൊക്കെ നമ്മളും ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കിച്ചണിൽ എന്തൊരു വിഷയം വന്ന സമയത്ത് രേണു കുക്കിംഗ് അറിയത്തില്ല എന്നെങ്ങാണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്രയും പ്രായമായിട്ടും ഇവർക്ക് കറി വയ്ക്കാൻ അറിയത്തില്ലേ, ചോറ് വയ്ക്കാൻ അറിയത്തില്ലേ എന്നൊക്കെ ഞാനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ലക്ഷ്മിക്ക് അറിയത്തില്ലെങ്കിൽ അത് പഠിക്കണം, അതാണ് വേണ്ടുന്നത്. കാരണം കുക്കിംഗ് അറിയാതെ ഇവർ എത്ര നാൾ ഇവർ ഇങ്ങനെ മുമ്പോട്ടും വേറെ ആരെങ്കിലും വെച്ച് കുക്ക് ചെയ്യുമോ, അതോ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുമോ? അപ്പം ഇത് അതിനും കൂടെ വേണ്ടിയിട്ടുള്ളൊരു ഷോയാണ്. അറിയാത്ത കാര്യങ്ങൾ ചെയ്യുക. അപ്പം അവരെ കുറച്ച് ക്യാരക്ടറൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും ഒരു ലൈഫ് സ്റ്റൈലൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഈ ഒരു ഷോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം എന്തായാലും ആ കാര്യത്തിൽ അതിലെ കുറ്റപ്പെടുത്തിയത് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനു മുമ്പ് കുക്കിംഗ് അറിയാത്ത പല ആൾക്കാരെയും അവിടെ കുക്കിങ്ങിൽ ഇട്ടിട്ടുണ്ട്, അവരൊക്കെ നല്ലതുപോലെ ചെയ്തിട്ടുണ്ട്. ഇപ്പം എല്ലാവരും കുക്കിംഗ് അറിയാഞ്ഞിട്ടല്ലോ കയറി വന്ന് ചെയ്യുന്നത്. ഇപ്പം അനു തന്നെ പറയുന്നുണ്ട്, അനുവിനും ഈ പറഞ്ഞിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളൊന്നും അറിയത്തില്ലെന്ന് പുള്ളിക്കാരി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരി അവിടെ അരി ഇടുന്നുണ്ട്, ചോറ് വയ്ക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ലക്ഷ്മിയുടെ കാര്യത്തിൽ ലക്ഷ്മിയും അനുവും തമ്മിലൊരു സംസാരം കിച്ചണിനകത്തുണ്ടായിരുന്നു. അപ്പം അനു പറഞ്ഞ് അരി അളന്നിടാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു കിച്ചണിൽ കുക്കിംഗ് ക്യാപ്റ്റൻ ആക്കിയതിൻ്റെ ഒരു വിരോധം ലക്ഷ്മിക്ക് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത് എക്സ്ട്രാ അരി ഇട്ടിട്ട് ചോറെടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കുക. അപ്പം ഈ അനു അത് ചോദ്യം ചെയ്തപ്പോഴത്തേക്ക് അത് ഞാൻ കഴിച്ചോളാം, 2-3 ദിവസമായിട്ട് അവിടെ ഇരിക്കുന്നതിന് അനുവിനെന്താണ്, അത് ഞാൻ കഴിക്കും എന്നൊക്കെ പറഞ്ഞ് 3 ദിവസമായ ചോറ് ലക്ഷ്മി കഴിക്കുമോ? അവിടെ ഭയങ്കര ഈ പറഞ്ഞിട്ട് വൃത്തിയുടെ കാര്യത്തിൽ ഭയങ്കര അടിയുണ്ടാക്കിയ ഈ ലക്ഷ്മി, ആര്യൻ മാവ് തറയിൽ കൊണ്ടുവച്ച് കുഴച്ചെന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കിയ ലക്ഷ്മി 3 ദിവസം ഫ്രിഡ്ജിൽ ഇരുന്നിട്ടുള്ള ഈ ചോറ് കഴിക്കുമോ? അപ്പൊ അനുവിൻ്റെ അടുത്ത് പറഞ്ഞു, അത് ഞാൻ കഴിച്ചോളാം, 3 ദിവസമായി 4 ദിവസമായെങ്കിൽ നിനക്കെന്താണ്, ഞാൻ കഴിക്കും എന്നാണ് ലക്ഷ്മി പറഞ്ഞത്. അപ്പം ഇത്രയും വൃത്തിയും കാര്യങ്ങളും ഹൈജീനും നോക്കുന്ന ലക്ഷ്മി 3 ദിവസമായ ചോറ് കഴിക്കുമോ? അപ്പം അവിടെ അനു പറയുന്നുണ്ട്, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ അരി വേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ റേഷനില്ല. ശരിയാണ്, റേഷനൊക്കെ ടൈറ്റാണ്. അപ്പം അത്രയും അരി അളന്നിടുക, അല്ലെങ്കിൽ ആരെടുത്തെങ്കിലും ചോദിക്കുക, അതാണ് വേണ്ടുന്നത്. അപ്പം പുള്ളിക്കാരിക്ക് അത് പഠിക്കാനും കൂടെ ഒരു അവസരം കിട്ടിയതാണ്, കിച്ചണിൽ എങ്ങനെ കുക്ക് ചെയ്യണം, എങ്ങനെ അരി ഇടണം. അപ്പോൾ പുള്ളിക്കാരിക്ക് കുക്കിംഗ് അറിയത്തില്ലെങ്കിൽ അത് കുക്കിംഗ് പഠിക്കാൻ ഒരു അവസരവും കൂടെ കിട്ടിയതാണ്ട്. അനീഷ് 2-3 വട്ടം അരിയിട്ട് അടുക്കി പിടിച്ച് നശിപ്പിച്ച് നാരായണക്കല്ലാക്കി വെച്ച് 3ാമത്തെ വട്ടം പുള്ളി അരി ഇടാൻ പഠിച്ചല്ലോ. അങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് പൊളിക്കും എന്നാണ് തോന്നുന്നത്. കാരണം ഈ വീക്കെൻഡിലെ എപ്പിസോഡ് കേട്ടോ, ഇന്നലത്തെ എപ്പിസോഡ് സൂപ്പറായിരുന്നു. അത് പ്രൊമോയൊക്കെ ഉണ്ടല്ലോ, ഗംഭീരമായിട്ടുള്ള പ്രൊമോയാണ്. എഡിറ്ററെ സമ്മതിച്ചേ പറ്റൂ, ആ രീതിയിലുള്ള പ്രൊമോയും ഈ ആഴ്ചത്തെ എപ്പിസോഡ് കേട്ടോ. ഇന്നലത്തെ എപ്പിസോഡ് സൂപ്പറാണ്. ഇന്നത്തെ പ്രൊമോ കണ്ടിട്ട് എനിക്ക് ഇന്നത്തെ എപ്പിസോഡും സൂപ്പറായിരിക്കും എന്നാണ് തോന്നുന്നത്. കാരണം ഇങ്ങനെ വേണം എപ്പിസോഡും അല്ലെങ്കിൽ പ്രൊമോയൊക്കെ അടിച്ചിറക്കി വിടാനെ കൊണ്ട്. അപ്പോൾ എന്നാലും ആൾക്കാർക്ക് കാണാൻ കുറച്ചുകൂടെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക.